സ്കൂളിലെ 10ാം ക്ലാസ്. ഒരു ദിവസം ക്ലാസ്സിലെ ഒരു കുട്ടിയുടെ സ്വർണ്ണമാല കാണാതായി. ടീച്ചർ എല്ലാവരുടെയും ബാഗ് പരിശോധിച്ചു. അവസാനം മാല കിട്ടിയത് സ്നേഹയുടെ ബാഗിൽ നിന്നാണ്. നീയാണോ മോഷ്ടിച്ചത്? ടീച്ചറുടെ ചോദ്യം കേട്ട് സ്നേഹ പൊട്ടിക്കരഞ്ഞു. ടീച്ചർ, ഞാൻ എടുത്തിട്ടില്ല. പക്ഷെ ആരും വിശ്വസിച്ചില്ല. ആ ദിവസം മുതൽ എല്ലാവരും അവളെ കള്ളി എന്ന് വിളിക്കാൻ തുടങ്ങി. അപമാനം സഹിക്കാനാവാതെ സ്നേഹ സ്കൂൾ മാറി. 15 വർഷങ്ങൾക്ക് ശേഷം ആ സ്കൂളിന്റെ വാർഷികാഘോഷം നടന്നു. പഴയ വിദ്യാർത്ഥികളെ എല്ലാം ക്ഷണിച്ചു. വേദിയിലേക്ക് ഒരു യുവതി കയറി വന്നു. വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി ഒരു പുതിയ ലൈബ്രറി നിർമ്മിച്ച വ്യക്തിയായിരുന്നു അവൾ. മൈക്കിന് മുന്നിൽ നിന്നപ്പോൾ എല്ലാവരും ഞെട്ടി. അത് സ്നേഹയായിരുന്നു. ഇപ്പോൾ അവൾ വിജയകരമായ ഒരു സംരംഭകയാണ്. പ്രിൻസിപ്പൽ അവളെ അഭിനന്ദിച്ചു. അപ്പോഴാണ് സ്നേഹ പറഞ്ഞത്, എനിക്കൊരു സത്യം പറയാനുണ്ട്. ഹാളിൽ നിശബ്ദത. ആ ദിവസം മാല മോഷ്ടിച്ചത് ഞാനല്ല. അപ്പോഴേക്കും പ്രായമായ ഒരു സ്ത്രീ വേദിയിലേക്ക് വന്നു. അത് അന്നത്തെ ക്ലാസ് ലീഡറായിരുന്നു, രമ്യയായിരുന്നു. കണ്ണീരോടെ അവൾ പറഞ്ഞു, സ്നേഹ, എന്നോട് ക്ഷമിക്കണം. മാല ഞാൻ തന്നെയായിരുന്നു നിന്റെ ബാഗിൽ വെച്ചത്. ഹാൾ മുഴുവൻ ഞെട്ടി. എനിക്ക് നിന്നോട് അസൂയയായിരുന്നു. എല്ലാവരും നിന്നെ മാത്രമാണ് പ്രശംസിച്ചിരുന്നത്. ഒരു നിമിഷത്തെ അസൂയ നിന്റെ ജീവിതം തകർത്തു. എല്ലാവരും തലകുനിച്ചു. സ്നേഹ കുറച്ചു നിമിഷം മിണ്ടാതെ നിന്നു. പിന്നീട് അവൾ രമ്യയുടെ അടുത്തേക്ക് നടന്നു. എല്ലാവരും കരുതിയത് അവൾ ദേഷ്യപ്പെടുമെന്നായിരുന്നു. പക്ഷേ അവൾ രമ്യയെ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നോട് വർഷങ്ങൾക്ക് മുന്നേ ക്ഷമിച്ചു. കാരണം നിന്നെ ഞാൻ വെറുത്തിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഈ നിലയിൽ എത്തില്ലായിരുന്നു. ഹാളിൽ ഇരുന്നവർ കൈയടിച്ചു. ആ ദിവസം എല്ലാവർക്കും ഒരു പാഠം കിട്ടി. ഒരു നിമിഷത്തെ അസൂയ ഒരു ജീവിതം തകർക്കാം. പക്ഷേ ഒരു നിമിഷത്തെ ക്ഷമ ഒരു ജീവിതം തന്നെ മാറ്റിമറിക്കാം. ഈ കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള കഥകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്